ശബരിമലയിൽ ഇപ്പോൾ വീണ്ടും തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു തിരക്കിലെ അയവ് ഇപ്പോൾ ഇല്ല. വീണ്ടും ഫ്ലൈ ഓവറിലെല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതായത് പമ്പയിൽ നിന്നും സന്നിധാനം വരെ വലിയ തോതിലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് നിയന്ത്രിച്ച്, അതായത് ഘട്ടം ഘട്ടമായി മാത്രമേ തീർത്ഥാടകരെ കടത്തി വിടുന്നുള്ളൂ. അതിനാൽ തന്നെ സന്നിധാനത്തെ തിരക്ക് വലിയ തോതിൽ നിയന്ത്രണ വിധേയമാണ്, നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താഴേക്ക്, അതായത് സന്നിധാനം മുതൽ പമ്പയിലേക്കുള്ള സ്ഥിതി എന്തെന്നാൽ അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ നാളെയും മറ്റന്നാളും, അതായത് നാളെ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നാളെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഒരു ദിവസമാണ്. അതിനാൽ അതിന്റെ തിരക്കും, മറ്റന്നാൾ 27-ാം തീയതി മണ്ഡലപൂജയാണ്, അതിന്റെ തിരക്കുമാണ് ഇപ്പോൾ വലിയ തോതിൽ കാണുന്നത്. നാളെ 1 മണി തൊട്ട് 6 മണി വരെ നട അടച്ചിടുന്നതാണ്. അതിനാൽ തന്നെ അതിനു മുൻപ് ഇവിടെ എത്തിച്ചേരാനുള്ളൊരു തിരക്കിലാണ്. നാളെ നട അടയ്ക്കുന്നതിന് മുമ്പ് അയ്യപ്പ ദർശനം കാണാനുള്ളൊരു തിരക്കിലാണ് ഭക്തർ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഏകദേശം 1 ലക്ഷത്തിൽ പരം ആളുകളെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്, ഇന്ന് ദർശനത്തിനായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിലുള്ള തിരക്കും നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാം സുന്ദർ, മാതൃഭൂമി ന്യൂസ്.